என்னடா டிரைவிங் என்னடா இந்த மாதிரி டிரைவ் பண்ற வண்டி நேரா ஓட்டி கறவுடா சூர்யா சூர்யா அந்த வண்டி எடுத்து வண்டி இப்ப தர ஓகே வேண்டாம் டேய் சூர்யா டேய் ഒരു വണ്ടി എടുത്താ സോയ എടുക്കണല്ലേ എവിടാ കാത്തി ഉണ്ടോ നോക്കാനാ കാത്തിയാ ആ മറ്റേ കൊച്ചല്ലേ നോക്കട്ടെ ചന്ദ്രു ആ വണ്ടിയുടെ ഗ്യാമോസ് പോവാം. ആ പോവാം പോവാം ആ ഏതേലും അടിക്കാം ആ ഇല്ല നിപ്പാട്ട് ഒള്ളേ തക്കാളി என்ன வண்டியாடா அப்பா வந்து ஒரு விஷயம் சொல்லணும்ப்பா. அப்பா எனக்கு ஒரு பிரச்சனை ஆயிடுச்சுப்பா, சிறிய பிரச்சனை. என்ன அது ஃபேமிலி மேட்டர்ப்பா, ஓப்பனா இங்க சொல்ல முடியாது. இங்க வா, என்ன பிரச்சனைன்னு சொல்லு. ഈ വണ്ടി ഓടത്തില്ല, ഇത് വണ്ടി ഓടത്തില്ല. ഞാൻ ചെറുക്കനെ പ്രശ്നം കേട്ടു കേട്ടെ. ആ വാ ഡീപ്പ് വാ 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 വാ. என்ன பிரச்சனை என்ன சொன்னே சொல்லு. ஆருக்கு அம்மாக்கு ஃபுல்லா வாமிட். ஆ வாமிட் வயிறு வலிக்குதுப்பா. அப்புறம் என்ன ചോദിക്കണ எனக்கு അമ്മയ്ക്ക് വേറെ അവള് വല്ല വാരി വലിച്ച് കഴിച്ചിട്ട് വല്ല വയറിളക്കമായിരിക്കും. ശരിയാവും ഗ്യാസിന്റെ. ഹലോ പ്രിയല്ല, ഇങ്ങോട്ട് വാ സൂര്യ. ബ്രോ ഒരു കാര്യം സംസാരിക്കാം ബ്രോ, ഇപ്പൊ വരാം ബ്രോ. ഫോട്ടോ என்ன கிட்டத்தட்ட ஒரு 10 டைம்ஸ் வாமிட் பண்ணாங்க. அதுக்கப்புறம் என்கிட்ட ചോദിக்கிறாங்க மாங்காய் எனக்கு மாங்காய் കഴിക്കണം போல இருக்கு, அப்புறம் மசாலா தோசை കഴിക്കണം போல இருக்கு. നിന്റെ അമ്മയ്ക്ക് മാങ്ങ മസാല ദോശ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കടേന്ന്. ഞാൻ ഇനി വരണോ വാങ്ങിച്ചു കൊടുക്കാൻ? அல்லப்பா, அம்மாக்கு வந்து ரொம்ப வயிறு வேதனை, எந்த டாக்டரும் நோக்க மாட்டேங்குது. சன்னி குருவலாட்ட வந்து ஏதோ அப்பாயின்மெண்ட் வாங்கியிருக்கான். அம்மாக்கு ரொம்ப ரொம்ப டயர்டா உண்டுன்னு சொல்லி அம்மா. ആണോ? என்னப்பா അത് വയറുവേദന ആയിരിക്കും. വയറുവേദന നിന്റെ അമ്മ പറഞ്ഞു. വയറുവേദന എനിക്കും അറിയാം, ഞാനൊരു ഡോക്ടറാ. ഞാൻ ദിവസം പഠിച്ചേ. அம்மா பாவம்ப்பா, ஏதோ சொல்லி ஏதோ சரி பண்ணி விடுப்பா அம்மாவை. ஏதோ நல்ல டாக்டரை நோக்கணும்ப்பா. அதாவது இன்னைக்கு இல்ல நாளைக்கு அம்மா இன்னைக்கு வருமானம் இல்ல, நாளை போய் നോക്കാம்பா நல்ல டாக்டர். പിന്നെ നിന്റെ അമ്മയുടെ ആശുപത്രി കൊണ്ട് എന്റെ പണി. എനിക്ക് വേറെ പണിയുണ്ട്, കുറെ കൊട്ടേഷനുള്ള. നാളെ 5-6 പേരെ കൊന്നു കളയുള്ളതാണ്. കുറച്ച് തിരക്കാം. ഇവിടെ അമ്മ എവിടെ നിന്റെ? அம்மாக்கு பெட்ரோல் ஸ்மெல்லே ஒத்துக்கல. பெட்ரோல் ஸ்மெல் கூட ரொம்ப வயிறு வையன்னு பரையறாங்க. പെട്രോൾ സ്മെല്ല്? അമ്മക്ക് പെട്രോൾ സ്മെൽ கூட ഒത്തുക്കലപ്പാ. ഒത്തുക്കലെന്ന് പറഞ്ഞാൽ പെട്രോളിന് ആരും പിന്നെ പെട്രോൾ അവൾ കുടിക്കുന്നത്. പെട്രോളിന്റെ മണം ഇഷ്ടപ്പെടില്ല. വണ്ടിയിൽ എടുത്ത് ഊത്തുമ്പോൾ അമ്മക്ക് ரொம்ப വാമിറ്റ് ഓവറായി. അത് പെട്രോളിന്റെ മണം ചിലർക്ക് ഇഷ്ടപ്പെടും. നീ എന്തോടാ പറയണേ? அப்பா இத்தனை தடவை அது போல இல்லப்பா, பெட்ரோல் மனம் எனக்கு ரொம்ப பிடிச்சிருக்குன்னு പറയാ அம்மா. இப்ப அது போல இல்ல, ரொம்ப வைய, எனக்கு டயர்டா உண்டு, எனக்கு மாங்காய் കഴിക്കണം போல உண்டு, அதுக்கப்புறம் எனக்கு மசால் தோசை കഴിക്കണം போல உண்டு, அப்படி இப்படின்னு പറയുப்பா அம்மா. டயர்டா உண்டு, எனக்கு வாமிட் வந்துட்டே இருக்கு എന്ന് പറഞ്ഞേ? ഇന്ന് ഞാൻ നോക്കുമ്പോൾ പറഞ്ഞിരമ്മ. ഒരു സെക്കൻഡ്. എടാ വില്ലുമോനെ, ഒരു കാര്യം ഇങ്ങോട്ടാ. അതെ പാച്ചൂസ് എന്ന് വന്നേ. പാച്ചൂസ് ഒന്ന് വന്നേ. ആര് വിളിക്കുന്നു? ആ ഞാൻ ഇവിടെ മൂക്കിലോട്ടെന്ന് പറയാ. അതെ അലീനക്ക് ഭയങ്കര വയറുവേദന. ഒരു സെക്കൻഡ്. ഹലോ എടാ ഗ്യാങ് ഹൗസിലല്ല, സോറി, ഞാൻ മുതുക്കില്. അലീനക്ക് ഭയങ്കര വയറുവേദന. അതാ വയറുവേദന. സൂര്യ എടുത്ത് മാങ്ങയൊക്കെ ഉണ്ടാന്ന് ചോദിച്ചെന്ന്, മസാല ദോശ കഴിക്കാൻ ചോദിച്ചെന്നൊക്കെ സൂര്യ പറയുന്നു.
അത് എന്തേരം വേറെ എന്തായിരിക്കും? എന്തേലും ഒപ്പിച്ചിട്ടുണ്ടോ? അത് എന്റെ അടുത്ത് വെച്ച് ഞാൻ എങ്ങനെ അറിയാനാ? എന്തൊപ്പിച്ചായി പറയുന്നേ? അല്ല എന്താണ് ഈ പറയുന്നേ? പച്ചമാങ്ങയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ചന്ദ്ര ഒരു അല്ല പച്ചമായ ഒരു മനുഷ്യൻ ഇപ്പൊ എനിക്ക് പഴുത്ത മാങ്ങ കഴിക്കാൻ കൊതി തോന്നണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ചം പൊച്ചം കടിച്ചു കഴിക്കും. മനസ്സിലായില്ലേ? അതിനർത്ഥം വേറെന്തെങ്കിലും എന്നാണെന്നാണ്. അതണക്കാണല്ലോ പച്ചദോശ പച്ചമാങ്ങയും മസാല ദോശയൊക്കെ അത് ഇത്തിരി പ്രശ്നമാണ് ചന്ദ്രു. ചന്ദ്രൻ ആലോചിച്ച് നോക്കി എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ചന്ദ്രു അല്ലേച്ചും കൂടെ എവിടെയെങ്കിലും പോയായിരുന്നോ ഈ ഇടയ്ക്ക്? ഇല്ല അവളെനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടല്ലോ. അപ്പൊ മേടിക്കണം ചന്ദ്രന്റെ അല്ല അല്ല ചന്ദ്രന്റെ അടുത്ത് പോയോ എവിടെയെങ്കിലും? അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരോട് പല സ്ഥലത്ത് പോറുണ്ട്. പിന്നെ എല്ലാം കണ്ട എല്ലായിടത്തും പറയാൻ പറ്റുമോ എവിടെയൊക്കെ പോയെന്ന്? ശരിയാ ചന്ദ്രു, എന്റെ കേട്ടിടത്തോളം ഒരു സൂര്യബോസ് 2.0 വരുന്നെന്നാണ് എന്റെ ഒരു അറിവ്. ബ്രോ ലിഫ്റ്റ് ചെയ്യോ ബ്രോ? അവിടെ അമ്മയുടെ നാളെ പോട്ടെ. ഈനോ ഉണ്ട് ഈനോ ഇത് ഈനോ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, ഗ്യാസിന്റെ ആണ്. അത് ഇത് ഒരു വെള്ളത്തിൽ അത് കഴിക്കാൻ തോന്നും ചിലർക്കൊക്കെ. എങ്ങനെയാണ് ചിലർക്ക് അവരെ പിന്നെ എന്തിന് ഞാൻ വെച്ചല്ലേ? അല്ല പാച്ചത്തിന് പച്ചമാങ്ങ കഴിക്കാൻ തോന്നാറുണ്ട് അങ്ങനെ ഇടക്കിടക്ക്? ഇല്ല എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ലായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇല്ല തോന്നില്ല. എടാ വണ്ടി എടുത്ത് സൂര്യ, വണ്ടി എടുത്ത നീ നമ്മളെ ആശുപത്രി കൊണ്ടാളാ. സൂര്യ എന്നോട് അപ്പക്കല്ല എന്ത് എടി ആദ്യം നീ വല്യമ്മനെ കഴിവുണ്ടാ നോക്കടി. അതുകൊണ്ടല്ല നീ ഇതിന്റെ പച്ചമാങ്ങ കഴിക്കാൻ നടക്കണം. ഏട്ടടി നീ പോയിട്ട് ആദ്യം അവരുണ്ടാന്ന് ചോദിച്ചു ആദ്യം. ഓടി നമ്മളെ വണ്ടി ഇടിച്ച് കയറ്റി ഇറക്കത്തുണ്ട് അവളെ. പോട്ടെ പറ്റേ മാറാ എലിയരെ. നീ യൂഫോന്ന് വന്നയാ കണ്ട ആരവനൊക്കെ കൊറേ ഇറങ്ങിക്കോളും. ഏലിയനും അണ്ണാമ്പണ്ണി മരപ്പട്ടി വേട്ടാവളിയൻ. എന്തൊരു വണ്ടി ഇത്, എന്തൊരു കളറാ. ഇവൻ ഗേ ആണോ ഇവൻ സൂര്യ? അല്ലേ കളർ ഗ്യാങ്സില് നിന്റെ അച്ഛൻ എന്താ ഗോകു ഉരക്കണ മതിൽ നിന്ന്? മതിൽ ഉരക്കണാടാ ഗോകു? എന്താ പക്ഷെ മുച്ചരിക്കൊന്നും ഇല്ലല്ല. ഉരക്കാൻ പോലും ഇല്ല. നാലാളുണ്ട് നമ്മളെ, അഞ്ചാളുണ്ടേ, അഞ്ചാളുണ്ട് തലയിലുണ്ട്. ഇല്ലല്ല ഇനി ഇല്ലല്ല മുച്ചി, നിനക്കില്ലല്ലോ ഇനി. ചന്ദ്രന് പറയാൻ നിനക്കില്ലല്ലോടാ. എടാ നീ നിന്റെ കാര്യം പറഞ്ഞാ പോരെ, നിനക്കില്ലല്ലോ. ഞാൻ ചന്ദ്രന്റെ കാര്യം പറയുന്നത്. എടാ നിന്റെ വീട് വാഴത്തോപ്പിലല്ലേ? മുച്ചിരി വാഴത്തോപ്പല്ലേ നിന്റെ വീട്? വാഴത്തോപ്പ് അതെ അതിന്റെ വണ്ടിയോട് അണ്ണാ. അതെ എൻട്രി ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ബാക്കിലോട്ടായിപ്പോയായിരുന്നു. കുറച്ച് ബാക്കിലോട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഗ്യാങ് ഹൗസിൽ അലീന ഇങ്ങനെ കേറിയെന്നല്ലേ ഞാൻ നോക്കണേ. ഒറ്റ അടിക്ക് കണ്ടപ്പോഴത്തേക്ക് അലീന വിചാരിച്ചത് ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് അവന്മാരെല്ലാരും കൂടി നമ്മളടിച്ച്, നമ്മൾ 3 പേരും അവന്മാര് ഒരു 10 പേരിന് മേളും.
ഇതൊക്കെ എന്തൊരു കോലോടാ ഇതൊക്കെ വലിച്ച് ചന്ദ്ര എന്നെ കണ്ടിട്ട് അതാ ഒറ്റ അണ്ണ എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് എത്ര പേര് നൈസായിട്ട് ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോയേനെ ബാക്ക് യാർഡില്. അയ്യേ എന്നിട്ട് നമ്മള് മൂന്നുപേര് കത്തിച്ച് എന്നിട്ട് ബോബോയിനെ ഹോസ്റ്റാക്കി കൊണ്ടുപോയി. ബോബോയിനെ ഹോസ്റ്റാക്കി കൊണ്ടുപോയിട്ട് അവന്മാര് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ബോബോയ് അളിയ വന്നാണ്. ഇന്ന് അതായിട്ട് വ്യാഴ്ച വാസണ്ണ ഞാൻ വേറെ കാര്യം പറയാടാ. ഇവിടുത്തെ സെക്യൂരിറ്റിയെ തല്ലിയിട്ട് പോയവൻ എങ്ങനെയാ ഇവിടുന്ന് പോയെന്നുള്ള കാര്യം ഇവിടെ അറിയാം. സത്യം. എന്നിട്ട് ഇനി ഇവിടുത്തെ ഒരു ഇനി ലിസ്റ്റിലുണ്ടോ ലിസ്റ്റിൽ ഇല്ലാത്തതാ അതൊക്കെ അതിനുള്ളത് കൊടുത്തിട്ടേ പോത്തുള്ളൂ. ഇന്ന് കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് ഇവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വലിച്ചു വെക്കട്ടെ. ഞാൻ പോറാൻ വലിച്ചു വെക്കട്ടെ അണ്ണാ. ഞാൻ ഒരു അന്തസ്ഥല വള്ളി എടുക്കട്ടെ. ഫുട്ബോൾ മാച്ചും ഫ്രണ്ട്ലി ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ നടക്കുന്നവന്മാരാണ് ഇവന്മാര്. മനസ്സിലായ ഇവന്മാർക്കുള്ളത് കൊടുത്തിട്ടേ പോത്തുള്ളൂ. അത് ഉറപ്പാണ്. ഉറപ്പുണ്ട് അവന്മാര് വരണം. രണ്ടു കാലിൽ പോലും അണ്ണാ. ഞാൻ പോയിട്ട് വലിക്കട്ടെ അണ്ണാ. ഒരു വാക്ക് പറ. ഞാൻ കൊറേ നാളെ ഒരു വള്ളി എടുത്തിട്ട്. ഇല്ല ചന്ദ്ര ഇന്ന് ഇപ്പൊ വേണ്ട വെയിറ്റ് നമുക്ക് ആദ്യം കൺസൈൻമെന്റ് തീർക്കാം. അല്ല നമുക്ക് ഇപ്പൊ വലിച്ചു വെച്ചിട്ട് പിന്നെ അടിക്കാം. ഇല്ല ഞാൻ പറയട്ടെ കൺസൈൻമെന്റ് ഇടയ്ക്ക് കയറി വരുവാടാ അവന്മാര്. കൺസൈൻമെന്റ് ഇപ്പൊ മറ്റേ ആരായിട്ട് ഇവന്മാര് അന്ന് നമ്മള് സിറ്റുവേഷൻ ഫ്രണ്ട്ലി വാർ അടിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് MX13 ഇപ്പൊ സിറ്റുവേഷൻ ആയി. ചന്ദ്ര ഫ്രണ്ട്ലി വാറാ ചന്ദ്ര ഇത് ചോദിക്കണം ചന്ദ്ര. ഇത് നമുക്ക് ഗ്യാങ്സ്റ്റോട്ട് ഇല്ലാത്ത പിള്ളേർക്ക് ഭീഷണിയാണ്. മനസ്സിലായില്ലേ? നിനക്ക് പെണ്ണില്ലല്ലേ? ഗണ്ണില്ല ഡ്യൂറബിലിറ്റി 0 ആയി. ലോക്കറില്ല മഴത്തുള്ളികൾ ഗോകുനോട് സ്കെച്ച് ഇട്ട ഗോകുനോട് ഞാൻ സ്കെച്ച് ഇട്ട സ്കെച്ചിടാ. ചന്ദ്ര അവിടെ നിർത്തി എനിക്ക് ഗണ്ണെടുത്ത് കൊടുക്കണം. മാറിയടാ ഗോവിനെ കാറിനകത്ത് കുനിച്ചേർത്തിയേക്കണ. ഗോവിനെ കുനിച്ചേർത്തിയേക്കണ. എടാ ആളെ അങ്ങോട്ടോ പോകുണ്ടല്ലോ വാറ്റി പോകുന്നല്ലേ. മാറ്റി പോകുന്നല്ലേ പിന്നെ ഗോകുന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം? നമ്മുടെ കാര്യം ഇത്രേ ഉള്ളൂ. വെയിറ്റ് ഒന്നും ഇല്ലടാ. ഇത്രേ ഉള്ളൂ അണ്ണാ. ആ താക്കോലിങ് എടുത്താണ് അണ്ണാ. താക്കോലിങ് എടുത്താണ്. ഞാൻ അടുക്കി വെക്കട്ടെ. ആ താക്കോല് നിന്നാണ് ബോസ് ലോക്കറിന്റെ താക്കോലിങ് എടുത്താണ്. ചന്ദ്ര ഞാനേ ബോസ് ലോക്കറില് കറക്റ്റ് ഒരു പറയാം. 400 കോടി 3,60,000 എനിക്ക് പെണ്ണില്ലല്ലോ സിറ്റിയില്. 400 കോടി 36,3292 രൂപ ഇടുന്നുണ്ട്. എന്തിന് വൈറ്റാ? ബ്ലാക്ക് മണി അണ്ണാ 900 കോടി ബ്ലാക്ക് മണി ആസ്തിയുള്ള ഒരുത്തനാണ് എന്റെ കൂടെ നടക്കണ ഇപ്പൊ. എനിക്ക് എന്തിനാണ് 400 കോടി? 436 കോടി. ഇല്ലാണേ പറഞ്ഞു 400 കോടി 36,00,000 അത്രയും രൂപയുണ്ട് എന്റെ കയ്യിൽ. കൊണ്ട് വെക്കുക. ഇല്ലാണേ പറഞ്ഞത്. അല്ല ഞാൻ ഇതിന്റെ മൊത്തം കണക്ക് എന്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്റെ ഉണ്ട്. ഓ അങ്ങനെ ഇല്ലില്ല അണ്ണാ. എനിക്ക് അണ്ണാ ആലോചിച്ച് നോക്കണ്ട. 900 കോടി എവിടെ ആർക്ക് കൊടുക്കുന്നതാണ് ഞാൻ നടക്കണം. എനിക്ക് എന്തിനാണ് 400? ഞാൻ എടുക്കൂല. എടാ 400 കോടി 36,00,000 അല്ലടാ 46 കോടിയാടാ മണ്ട. 400 എന്താ? നീ ഇതിങ്ങനെ കേട്ടോണ്ട് നിക്കുന്ന എന്തിനാടാ? 436 കോടി കളിയാ അണ്ണാ. എന്റെ 900 കോടി ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞേ. പറയടാ. ആർക്കൊക്കെയാണോടാ ഗണ്ണ് വേണ്ട? എത്ര ഗണ്ണ വേണ്ടേ? എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര ഗണ്ണെന്ന് പറ. ആർക്കൊക്കെ കണ്ണ് വേണടാ? ഹലോ വാസനാ നിന്റെ സാഹചര്യ കണ്ണുണ്ടോ? വാസനാ എടാ ആർക്കൊക്കെ എടാ ഗണ്ണ് വേണ്ട പറ. അപ്പൊ എനിക്ക് ഡെസ്റ്റോന് സെക്കൻഡ് ഇപ്പൊ 3 നേരം ഉറക്കല്ല. 3 പേര് ഇനി ഗണ്ണ് വേണമെന്ന് പറഞ്ഞാൽ അടിക്കും. വാസന ഞാൻ എത്ര കോടി എന്നാ പറഞ്ഞ എന്റെ ഉള്ളത്? 900. എനിക്കൊരു 900 കോടിയാ?
ചന്ദ്രു 900 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ലിറ്ററലി 900 900. ഇല്ല എടാ അത് പറയണ്ട, എനിക്ക് അത്ഭുതമില്ല. കാരണം ഇവിടുത്തെ ഗണ്ണും സാധനം എല്ലാം പോയി കട്ടുമോട്ടിച്ച് മുടിച്ച് നിന്റെ ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അണ്ണാ എനിക്കത് വലിയ ഇതൊക്കെ അത്ഭുതമില്ല. ഇതൊക്കെ നിന്റെ ചന്ദ്രബോസ് 900 സിറ്റിയിൽ ബിസിനസ് നടത്തിയാണ്. ഇനി 2000 അണ്ണാ കോടി ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ അണ്ണാ ടിവിയുടെ മുണ്ടും സാധനം മടക്കി അടിച്ച് കുത്തി മാറ്റി ബിസിനസ് ചെയ്താണ്. മുണ്ടും മടക്കി കുത്തി നിന്റെ ഇതൊക്കെ അണ്ണാ ഉണ്ടാവും. ബിസിനസ് മാഗ്നറ്റ്. ആ. 4 കണ്ടെടുക്കട്ടെ. ഒരു 100 കോടി ആയി ചന്ദ്രു 900 ഇല്ലേ ഇങ്ങോട്ടോ ഒരു 5 കണ്ടെടുക്ക. എത്ര കണ്ണ് നോക്കട്ടെ. കണ്ണെടുക്കണേ അണ്ണാ കണ്ണെടുക്കണേ പോടാ, കണ്ണെടുക്കണേ ആരാണിത്? ഇതാട്ടോ. അനാവശ്യം പറയണല്ലോ. അപ്പന്റെ ആ ഏതാണ് ആരാ? നാലഞ്ച് കണ്ണെടുത്തിട്ട് മറച്ചിക്കാൻ പോവാന്ന്. അണ്ണാ ഞാൻ പറയില്ല ഇങ്ങനെ. വാ ഈ 436 കോടിയിൽ 1 രൂപ കുറഞ്ഞ ചന്ദ്ര നിന്നെ അടിക്കും. അല്ലാതെ വേറെ ആരും എടുക്കൂല ഇവിടുന്ന്, ഞാൻ ഉറപ്പ് പറയാം. അണ്ണാ ഞാൻ കള്ള അണ്ണാ ഒരു ഞാൻ കള്ളനാടാ. അണ്ണനെ കള്ളനോട് പിന്നെ കള്ളനോട് പിന്നെ പിന്നെ അല്ല പിന്നെ കള്ളം 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 ദാ, ഈ 4 കണ്ണുണ്ട്. ദേ, ഈ 4 കണ്ണുണ്ട്. പെട്ടെന്നുണ്ട് താഴെ കൊണ്ട് പെട്ടെന്ന് പോകും. അണ്ണാ അത് കണ്ണൊക്കെ എടുത്ത് എടാ ചുമ്മാടാ ചുമ്മാടാ ഇതൊക്കെ ചുമ്മാ പൊട്ടന്മാരാക്കുവല്ലേ. ഒറ്റ അണ്ണാ ഇവനാര്? ആരാ ഇത്? ഈ ഒരു വർഷത്തെ വാള് വീശണടാ പട്ടി. എന്റെ നേരെ നീ അണ്ണാ വാള് വീശി എന്റെ നേരെ അവൻ ഞാൻ കത്തിച്ചു വിടുന്ന പറഞ്ഞ അതിന്റെ അത്യാറ്റി. പോയി അണ്ണൻ പോയി. കൂടെ നടക്കുന്നല്ലേ നോക്കണം. അല്ല അല്ല അണ്ണ ഞാൻ ഇവന്മാര് അണ്ണാ ഇവന്മാര് ദൈവമേ. ഗണ്ണായല്ലോ കള്ളം വേണം. ഒരു മാറ്റി പോകുന്ന കൊണ്ട് കുരിച്ചു ചേർത്ത് ഫ്രണ്ടിൽ ആദ്യം. ഇല്ല പോടാ പോടാർന്ന്. പിന്നെ എനിക്കൊരു ഗത്തുണ്ട്. അയ്യോ തലതല്ലി വീടാരും കണ്ടോന്തോ. തട്ടി വീടാ തട്ടി വീഴും. താഴാര പഴം കഴിച്ചിട്ട് പഴത്തിലിട്ടേപ്പുണ്ട്. നോക്കിയാ വെള്ളം കഴിച്ചോടാ. പൊടിപ്പുണ്ടാ ചെറുതായിട്ട് ആ കൊള്ളാം. എടാ ഒരു മാന്യത വേണ്ടടാ. ആ ഒരു 4 പൂ പറിച്ചോട്. അണ്ണുവിന്റെ ഫോട്ടോക്ക് വെക്കാം. ഉടനെ തീരെ അണ്ണുവിന്റെ ഫോട്ടോക്ക് വെക്കാം അല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദൈവം വിളിക്കണേന്ന്. ഞാൻ ഓക്കെ പള്ളി എടുക്കലേ